ഹൃദയപൂർവ്വം നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ ചിത്രം അതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. ഒരു സത്യൻ അന്തിക്കാട് ചിത്രമാണ്. നമുക്ക് ആദ്യം ടീസർ കാണാം. ഓ ഇത് പറയാൻ പറ്റിയ ഒരാൾ ലാലേട്ടൻ തന്നെ. ഓ ഓ സംഗീത മാളവിക സംഗീത ഓ ലാലുലക്സ് ഒക്കെ ഉണ്ടുണ്ട്. ഇവർ തമ്മിലുള്ളൊരു കോംബോ ഇതിനകത്തൊരു വേറെ ലെവലായിരിക്കും. ഹൃദയപൂർവ്വം സത്യൻ അന്തിക്കാട്. ആക്ച്വലി ഡയലോഗ് ആ ഒരു പോർഷൻ മാത്രം വെച്ചിട്ട് ബാക്കിയൊരു പാട്ട് വെച്ചിട്ടാണ് ഒരു 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 കുഞ്ഞു സാധനം. ഇതിൻ്റെ ടോപ്പിക് അധികം അങ്ങനെ സത്യൻ അന്തിക്കാട് സിനിമയുടെ ഒരു ഇതിലല്ല വരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആകട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ സത്യൻ അന്തിക്കാട് സിനിമകളിൽ വരുന്നൊരു സ്ഥിരം കോമഡിയൊക്കെ ഉള്ളൊരു നല്ല പടം. എനിക്ക് ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കുന്നത് ഇതിൻ്റെ സംഗീതും ലാലേട്ടനും നമ്മളൊരു കോംബോ എങ്ങനെ ആവുമെന്നുള്ളത്. സംഗീത് വന്ന ഈ എല്ലാ സിനിമകളിലും പുള്ളിക്കാരൻ ഒരു ഏത് സിനിമയാണെങ്കിലും നമുക്കൊരു ആശ്വാസം എന്ന് പറയാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ്. അത് സിനിമ പോസിറ്റീവ് നെഗറ്റീവ് എന്തായാലും അദ്ദേഹം അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും എനിക്കൊന്ന് റൊമാൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ റൊമാൻസിൽ ഒരു സേവിങ് ഗ്രേസ് എന്നൊക്കെ പറയുന്നത് സംഗീതമായിരുന്നു. സോ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇവർ തമ്മിലുള്ള കോംബോ ഒരു വളരെ കുറച്ച് നേരത്തേക്കുണ്ട്. അതും കിടിലനായിരുന്നു. ബട്ട് ഇതിനകത്തൊരു ഔട്ട് ആൻഡ് ഔട്ട് രണ്ടുപേരും തമ്മിലുള്ള കോംബോ അതങ്ങനെ ആണെന്നും സംവിധായകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്നത് ആ ഒരു ഇതാണ്. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതും അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്തതെന്നാണ് പറയപ്പെടുന്നത്. എന്താണെന്നറിയില്ല, അത് സിനിമ വരുമ്പോൾ നമുക്ക് കണ്ടറിയാം. ബട്ട് ഈ ഒരു കുഞ്ഞൊരു ടീസർ, ഒരു പാട്ട് വെച്ചൊരു മൊണ്ടാഷ് സെറ്റപ്പിലുള്ളൊരു കുഞ്ഞ് ടീസർ, എനിക്ക് ഫസ്റ്റിലത്തെ ആ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാഫെ മദർ അത് ശരിയാണ്. ഈ OTT വന്നതിന് ശേഷം എല്ലാവരെയും അറിയാൻ പറ്റി. ഇതിനകത്തൊരു കോമിക് രീതിയിലാണ് പറഞ്ഞത്. എന്നാലും ഫാഫയൊക്കെ ആയിരിക്കും കൂടുതൽ നോർത്തിൽ ഭയങ്കരമായിട്ട് അറിയാവുന്ന ഒരു ഇത്. അത് ലാലേട്ടനോട് പറയുമ്പോൾ അതിനകത്തൊരു ഐറണി സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ അത് കൊള്ളാം. എനിക്ക് ആ ഒരു പോർഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ട്രെയിലർ വരുമ്പോൾ മാത്രമേ ഇതിനകത്ത് നമുക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവം എന്ന് നമുക്ക് കാണാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് ഈ ഒരു ടീസർ ഒരു കിട്ടിയൊരു ടീസർ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയൊരു പടമാണ്. ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ്റെ ഒരു ഗോൾഡൻ ഒരു ഇതിലാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഇറങ്ങിയൊരു ആഡ് ഞാൻ ആലോചിക്കുമായിരുന്നു. ഒരു നല്ല സമയമെന്ന് പറയുന്നതാണ്. അതായത് ലാലേട്ടൻ ഈ ഒരു ഇതിനെപ്പറ്റി ഈ ഒരു പരസ്യത്തെപ്പറ്റി എല്ലാവരും നല്ലതാണ് ഇപ്പോൾ പറയുന്നത്. ബട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മോശം സമയത്താണ് അദ്ദേഹം ആ ഒരു ഈ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതും ആൾക്കാരെടുത്ത് ട്രോൾ ചെയ്യാനും. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു സമയത്തൂടെയാണ് പോകുന്നത്. സോ അദ്ദേഹം റീസെൻ്റ് ചെയ്യുന്ന പടങ്ങളെല്ലാം അല്ലെങ്കിൽ ചെയ്യുന്ന വർക്കുകളെല്ലാം അടിപൊളിയാണ്. സോ ഈ ഒരു പടവും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കിരീടത്തിലെയോ എവിടെ ഒരു പൊൻതൂവലാകട്ടെ, നല്ലൊരു കിടിലൻ ഒരു പടമാകട്ടെ ഒരു ഓണക്കാലത്ത് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.